ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളുടെയൊക്കെ മക്കളോട് ചോദിച്ചാൽ അവർ പറയും അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നീ അവനെ അല്ലെങ്കിൽ അവളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കി എന്നുള്ളത്? അപ്പൊ അവർ പറയും അവൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൾ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്നുള്ളത്. എന്താണ് ഈ എല്ലാ കാര്യങ്ങളും? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഒരു ഗുഡ് ഫ്രണ്ടാണ്. ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയില്ല എന്താണ് ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ. ഒരു നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുത്താൻ പറ്റുന്നവനാവണം, അല്ലെങ്കിൽ നമ്മളുടെ തെറ്റ് കണ്ടാൽ അപ്പൊ ചൂണ്ടിക്കാണിക്കണം. എടാ ഈ ചെയ്ത ശരിയായില്ല, ഈ മൂപ്പരോട് അങ്ങനെ പറയാൻ പാടില്ലേ, ഒന്നിനെങ്കിലും വയസ്സിന് മൂത്തതല്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങളോട് നമ്മളോട് ചോദിക്കാൻ പറ്റണം. ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്ന ആളായിരിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും വിജയ ചെയ്ത് നന്നായി, അയാൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ, ഈ ഓരോ കോലം കണ്ടല്ലേ എത്താലേ. ഇതുപോലെ സംസാരിക്കുന്നവൻ നിങ്ങളെയും ഇതേപോലെ കുറ്റം പറയും. അവനൊരിക്കലും നിങ്ങളുടെ നല്ല കൂട്ടുകാരനല്ല. നിങ്ങളുടെ തോളോട് തോള് ചേർന്ന് നിങ്ങളുടെ നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല ചങ്ക്, ഒരു നല്ല സുഹൃത്ത്, അയാളൊരു ഗുഡ് ഫ്രണ്ടാണ്. ആ ഗുഡ് ഫ്രണ്ടിന് മാത്രമേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റൂ.